ഹായ്, എന്റെ പേര് മാളവിക രാമഭദ്രൻ. ഞാൻ നിലവിലെ LPSA ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ മെയിൻ ലിസ്റ്റ് ഉണ്ട്. എന്റെ റാങ്ക് 187 ആണ്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് 2 ആഴ്ചയിൽ ഞാൻ എങ്ങനെ കേട്ടിട്ട് ക്രാക്ക് ചെയ്തു എന്നാണ്. ഇപ്പൊ എനിക്ക് എക്സാം സമയത്ത് നമുക്കറിയാം DLED കോഴ്സ് തുടങ്ങി സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. എക്സാമിന് 2 ആഴ്ച ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ DLED എക്സാംസ് നടക്കുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കേട്ടിട്ടിനും കൂടെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ചലഞ്ചാണ് ഞാൻ ഫേസ് ചെയ്തത്. ഞാൻ ഈ DLED കോഴ്സിന് ജോയിൻ ചെയ്തപ്പോ തന്നെ ഞാൻ അടുത്ത് മുന്നോട്ട് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് കേട്ടിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് LPSC UPSC പ്രിപ്പയർ ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അപ്പൊ ആദ്യം വന്നൊരു ചലഞ്ചാണ് എങ്ങനെ ഞാൻ കേട്ടിട്ട് പഠിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ പഠിച്ചൊരു സ്ട്രാറ്റജി, അതായത് 2 ആഴ്ചയിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കേട്ടിട്ടിന്റെ ബേസിക് നമുക്ക് അറിയേണ്ടത് കേട്ടിട്ടിന്റെ സിലബസ് ആണ്. അതായത് സൈക്കോളജി എത്ര മാർക്സിനുണ്ട്, EVS എത്ര മാർക്സിനുണ്ട്, മാത്സ് എത്ര മാർക്സിനുണ്ട്, മലയാളം. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം എന്ത് ചെയ്തു, സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഓരോ സബ്ജക്ട്സിന്റെയും വെയിറ്റേജ് മാർക്ക് നോക്കി. ഓരോ മാർക്ക് നോക്കിയിട്ട് അതിനെങ്ങനെ നമ്മൾ പഠിക്കണം, എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ നോക്കി. പിന്നീട് എനിക്ക് ആവശ്യമായിരുന്നു കുറച്ച് ക്ലാസ്സസ്, എനിക്ക് ആവശ്യമായിരുന്നു. അപ്പൊ ഞാൻ അതിന് യൂട്യൂബ് ക്ലാസ്സസ് കുറെ റിഫർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തു. 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിലുണ്ട്. 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിലുണ്ട്. ഇത്രയും വർക്ക്ഔട്ട് ചെയ്താല് ഞാൻ ഷുവർ ആയിട്ട് പറയുന്നു, ഉറപ്പായിട്ടും കേട്ടിട്ട് പാസ്സാകാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്ക് അധികം ടൈം കൺസ്യൂമിങ് ആവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടൈം കൺസ്യൂമിങ് ആവില്ല. ഞാൻ 2 ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ഒരു കേട്ടിട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിപ്പം കേട്ടിട്ട് 1 കാറ്റഗറി ഓരോ വർഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2 ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ 2 ആഴ്ച എന്ന് പറയുമ്പോൾ 14 ദിവസം കാണും. ഈ 14 ക്വസ്റ്റ്യൻ നമുക്ക് ഈ 14നെ 28 ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിംഗിൾ ആവും. അങ്ങനെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് ഡെയിലി കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുക. ഒരു 2 or 3 hours, മിനിമം 2 or 3 hours, ഈ 4 to 5 hours മാറ്റി വെക്കാൻ പറ്റുന്നെങ്കിലും നല്ലതാണ്. ഒരു മിനിമം 2 or 3 hours മാറ്റി വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെയിറ്റേജ് മാർക്ക് നോക്കിയെന്ന്. ആ ഓരോ മേഖല ഞാൻ എന്ത് ചെയ്തു, ഒരു വിഷയത്തിന്, അതായത് മാത്സിന് ഇത്ര സമയം, EVSന് ഇത്ര സമയം, മലയാളം ഇത്ര സമയം, അങ്ങനെ ഇംഗ്ലീഷ് ഇത്ര സമയം ഒന്ന് മാറ്റി വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നും കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ദിവസം മാത്സ്, ഒരു ദിവസം ഇംഗ്ലീഷ് എന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് വരാൻ സമയമെടുക്കും. അങ്ങനെ സമയം ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂറാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഈ 3 മണിക്കൂർ 3 വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ 4 മണിക്കൂർ ഓരോ വിഷയങ്ങൾക്കോ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ടൈം ടേബിൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ സൈക്കോളജി എടുക്കാം. സൈക്കോളജിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പം ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമ്മൾ DLED സൈക്കോളജി സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ആ 2 സെമ്മിലുള്ള സെമസ്റ്റർ എക്സാമിനേഷൻ നമ്മൾ തറവായിട്ട് പഠിച്ചിരുന്നാൽ ഉറപ്പായിട്ടും സൈക്കോളജിയുടെ മാർക്സ് ഫുള്ള് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ DLED ടെക്സ്റ്റ് ഇപ്പം പഠിച്ചു, അതായത് നമ്മൾ DLED ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടാകാം, അത്രയും കണ്ടന്റ് അതിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റി, അതായത് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരുന്ന മെയിൻ ഏരിയാസ് കവർ ചെയ്ത് CCയുടെ തന്നെ നോട്ട്സ് ഉണ്ടായിരുന്നു. ആ നോട്ട്സ് അപ്പം നമ്മുടെ DLED ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റി. എക്സാമിന് ഒരു 2-3 ദിവസം മുന്നേ CCയുടെ സൈക്കോളജി നോട്ട്സിന്റെ എടുത്ത് എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്കും ഏകദേശം മേജർ ഏരിയസ് എല്ലാം കവർ ചെയ്തിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇനി മാത്സും EVSും ഒക്കെ നോക്കുകയാണെങ്കിൽ SCRT ബേസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. SCRT ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കവർ ചെയ്യണം എന്ന് പറയും. ഈ 2 ആഴ്ച കൊണ്ട് നമുക്കറിയാം ഈ ഇത്രയും ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം സയൻസ് ആയാലും മാത്സ് ആയാലും 2 വീക്സ് കൊണ്ട് കവർ ചെയ്യുക ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് കിട്ടുമോ എന്ന്. അതെനിക്ക് കിട്ടി. CCന്ന് തന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള, അത് പുതിയ അപ്ഡേഷൻ. ഇപ്പം ഇപ്പോഴത്തെ കേട്ടിട്ടിന്റെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. കഴിഞ്ഞ വർഷവും ഈ വർഷവും ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയ രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. ഇപ്പം CC
ക്ലാസ്സസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ആ ഒരു അപ്ഡേഷൻ നമ്മളിൽ ഉണ്ടാവണം. അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യം ഇനി വരാനുള്ളത് ആ ഒരു മേഖലയിൽ നിന്നായിരിക്കും. കാരണം മാറ്റം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഈ മാറ്റത്തിനോട് അറിഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, ആ ഒരു 2 വീക്സിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ പറയാനെന്ന് വെച്ചാൽ 19 വയസ്സിലാണ് ഞാൻ കേട്ടിട്ട് ക്ലിയർ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം കേട്ടിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കൊളീഗ്സ് തന്നെ ഒരുപാട് പേർക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഉൾപ്പെടെ എനിക്കും ഐഡിയ ഇല്ലായിരുന്നു. എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കേട്ടിട്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഒപ്പം ഉള്ളവർക്കും അതിന്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എല്ലാരും പറഞ്ഞു ആദ്യം ഒന്നും എഴുതിയിട്ട് ആർക്കും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഇത് കൊണ്ട് തന്നെ പക്ഷെ ഞാൻ ഉറപ്പിച്ചു, ഇല്ല എനിക്കിത് നേടണം, എനിക്കിത് നേടിയാലേ ഇനി മുന്നിലുള്ള LPSC UPSC എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ, ബാക്കി എല്ലാരും പറഞ്ഞു ആദ്യം ഒന്നും ആർക്കും കിട്ടുന്നില്ല, ഇത്രയും ഈ 2 ആഴ്ച സമയം കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അല്ല, ഞാൻ പറയുന്നത് 2 ആഴ്ച കൊണ്ട് കേട്ടിട്ട് ഫസ്റ്റ് ട്രയൽ ക്ലിയർ ചെയ്ത് ഞാൻ പറയുവാണ് 2 ആഴ്ച കൊണ്ടും കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ അന്ന് എക്സാമിന് പോയപ്പോഴത്തേക്ക് 5ഉം 6ഉം പ്രാവശ്യം കേട്ടിട്ട് എഴുതാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും സീരിയസ്ലി പറയുവാണ്, 5ഉം 6ഉം പ്രാവശ്യം കേട്ടിട്ട് എഴുതാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഇതുപോലൊരു പ്രോപ്പർ ഗൈഡൻസും ഒരു സ്റ്റഡി ടൈം ടേബിളും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട്, എനിക്കറിയില്ല അവരെങ്ങനെയാ പഠിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുവാണ് ഒരു നല്ലൊരു ഗൈഡൻസും നമുക്കത് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും, ഞാനൊരു ഏർലി ബേർഡ് അല്ല, അതായത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ രാത്രി അധിക സമയം, അതായത് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും. 2-3 മണി വരെ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കും. എന്നെ കൊണ്ട് എത്ര കവർ ചെയ്യാൻ പറ്റും. ഇപ്പം CC യുടെ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ക്ലാസ് കഴിഞ്ഞ്, അതായത് DLEDന്റെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്ക് പഠിക്കാൻ അധികം സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ടൈം ടേബിൾ വെച്ച് ഇന്ന് ഇത്രയും പോർഷൻ ഞാൻ തീർത്തിട്ടേ കിടക്കൂ എന്നൊരു വാശിയിൽ ഞാൻ 2-3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ രാവിലെ നേരത്തെ എണീക്കാറില്ല, 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എഴുന്നേക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ, ചില ആൾക്കാർ അങ്ങനെയല്ല, 5 മണിക്ക് എണീക്കുന്ന ആൾക്കാരുണ്ട്. എത്ര സമയം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ അത്രയും മാറ്റി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ 5ഉം 6ഉം പ്രാവശ്യം എഴുതിയവർ കാണും, അവരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു മനസ്സും തയ്യാറെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തയ്യാറാക്കാൻ ഒരു ഗൈഡൻസ് നൽകാൻ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ കേട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 150 മാർക്കിനാണ് നമ്മുടെ എക്സാം. നമ്മുടെ PSC എക്സാം എന്ന് പറയുന്ന എല്ലാം 100 മാർക്സിനാണ്. പക്ഷെ കേട്ടിട്ട് ക്വാളിഫയിങ് എക്സാമിനേഷന് 150 മാർക്കിനാണ് എക്സാം. കറക്റ്റ് നമ്മൾ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ തന്നെ പാടാണ്. കാരണം പ്രത്യേകിച്ച് മാത്സിലോട്ട് വരുമ്പോൾ 1 മിനിറ്റിൽ ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ തീരുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിംഗ് ഒക്കെ ആയിരിക്കും, ഇമ്പോസിബിൾ ആണ്. അതിന് നമ്മളിപ്പോ PSC എക്സാം ആയാലും അതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ കേട്ടിട്ടിന്റെ 150 മാർക്കാണ്. അതിന് നമ്മൾ കുറെ കൂടെ ഇതാകണമെങ്കിൽ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പറയുന്നത് ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് വീതം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ആയാലും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. എനിക്കിപ്പം CC എന്നാണെങ്കിൽ മോഡൽ എക്സാംസ് ഒരുപാട് നടത്തി. കേട്ടിട്ടിന് മുന്നേ 2 ആഴ്ചത്തെ കോഴ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിലും ഓരോ ദിവസവും അവർ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര ടൈം മാനേജ്മെന്റ് ഉണ്ടെന്ന്. ഇപ്പം എക്സാം കഴിഞ്ഞ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു സെക്ഷൻ, ഇപ്പം ചിലർ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല, 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയും. ഒരു സെക്ഷൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെയും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ മാത്സ് തൊട്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ EVS തൊട്ടിട്ടേ ഇല്ല. കാരണം സമയമില്ല. ഈ സമയം നമുക്ക് മാനേജ് ചെയ്യണം. മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. അത് എനിക്ക് CCന്ന് തന്നെ എന്താണ് അവര് ഓപ്പർച്യൂണിറ്റി ഒരുക്കി. അത് നമുക്ക് കറക്റ്റ് ആ ഒരു 2 വീക്സ് എന്ന് പറയുന്ന തീ പോലെ നിൽക്കുന്ന 2 ആഴ്ചയായിരുന്നു. കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട്, ക്ലാസ്, ലൈവ് സെക്ഷൻസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു, നോട്ട്സ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നെറ്റിൽ കയറി ഗൂഗിളിൽ കയറി കൂടുതൽ അങ്ങനെ തപ്പി പിടിച്ചെടുക്കേണ്ട ആ ഒരു ടൈം എനിക്ക് വേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് പഠിക്കുക, എന്റെ സമയം അതിനു വേണ്ടി വിനിയോഗിക്കുക, പഠിക്കുക, അത് മാത്രമായിരുന്നു. ഇനി എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 2 ആഴ്ചയേ ഉള്ളൂ എന്ന് കരുതി ഇനി 2 ആഴ്ച കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകരുത്. 2 ആഴ്ച എന്ന് പറയുന്ന ഒരു വലിയ സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗൈഡ് ചെയ്യാൻ ഒരാളും നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് പുഷ്പം പോലെ കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കേട്ടിട്ടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ കേട്ടിട്ട് എനിക്ക് അന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് LPSC റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരത്ത് ഇൻക്ലൂഡ് ആവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടിട്ടിന്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. ഇപ്പൊ എന്റെ കൂടെ പഠിച്ചിട്ട് കേട്ടിട്ട് ക്ലിയർ ആകാണ്ട് LPSC എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ട്, എനിക്ക് മുന്നിലുണ്ട്. പക്ഷെ അവർക്ക് അന്ന് അവര് 1-2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ആ കേട്ടിട്ട് പോയത്. ആ 1-2 മാർക്ക് അവർക്ക് വലിയൊരു കാര്യമാണ്. ഇന്ന് അവരത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. അതായത് ആ ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ LPSC UPSC റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേരും കാണുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഇനി അടുത്ത കേട്ടിട്ട് നോക്കാം, അതിന്റെ അടുത്ത കേട്ടിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും ഇന്നിപ്പോ ഉള്ളത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ഇനി കാലം മാറുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടും. ഇപ്പൊ കഴിഞ്ഞ LPSC UPSC എക്സാം നടന്നപ്പം മനസ്സിലായില്ലേ,
എന്തുമാത്രം ആൾക്കാരാണ് കോമ്പറ്റീറ്റ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ബാക്കിയുള്ളവരെ മറികടന്ന് മുന്നിലെത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇനി 2027 LPSC UPSC എക്സാം ഇതുപോലെയോ അല്ല, ഇതിനെക്കാട്ടിലും വലിയ കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രോപ്പർ ഗൈഡൻസിന് അത്യാവശ്യമാണ്. ആരും തന്നെ ഇനി 2 ആഴ്ച ഉള്ളൂ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ. അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്ത് കോഴ്സിൽ നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുമെന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. 2 ആഴ്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും 2 ആഴ്ച എന്ന് പറയുന്നത് എത്ര വലിയ സമയമാണെന്ന്. സോ ഇപ്പോഴേ തയ്യാറാവുക, ഇപ്പോഴേ എണീക്കുക. എന്താണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ KTTന്റെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ആഴ്ച എന്ന് പറയുന്നത് എത്ര വലിയൊരു സമയമാണെന്ന് നിങ്ങൾക്ക് ആ ബാച്ചിൽ നിന്ന് തന്നെ മനസ്സിലാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിട്ടും, നോട്ട്സ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും KTT നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. താങ്ക്